Hello, welcome to PEP Learning. CUT PG Entrance Examination application process നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഓരോരോ യൂണിവേഴ്സിറ്റികൾക്കും അതത് യൂണിവേഴ്സിറ്റികൾ നിർണ്ണയിക്കുന്ന എലിജിബിലിറ്റിയാണ് അവരുടെ കോഴ്സുകൾക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സൈക്കോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് രീതിയിലുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാവും. ഒന്ന് സൈക്കോളജി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിച്ച ആളുകൾക്കും അത് പഠിക്കാത്ത ആളുകൾ ഒരുപക്ഷെ സൈക്കോളജിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്കും സൈക്കോളജി പഠിക്കാനുള്ള അവസരമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരുക്കുന്നത്. നേരത്തെയുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജി പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തുപടിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത സംഗതിയാണ്. എന്നാലും ഞാൻ അതിൽ പറയാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എന്നുള്ളത്. PG ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലെ ഒരു ക്ലാരിഫിക്കേഷൻ അപ്ഡേറ്റ് എന്നുള്ള നിൽക്കാണ് പറഞ്ഞിട്ടുള്ളത്. MA സൈക്കോളജി ആൻഡ് MA അപ്ലൈഡ് സൈക്കോളജി, MA സൈക്കോളജിയും MA അപ്ലൈഡ് സൈക്കോളജിയുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. MA സൈക്കോളജി രണ്ട് കാര്യങ്ങളാണ്, MA സൈക്കോളജി അതുപോലെ MA അപ്ലൈഡ് സൈക്കോളജി, ഇത് രണ്ടുമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സൈക്കോളജി കോഴ്സുകൾ. ഇതിലെ രണ്ട് കോഴ്സുകളുടെയും എലിജിബിലിറ്റി ആയി പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബാച്ചിലർ ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് ഡിഗ്രിയാണ്, ഇപ്പൊ BSc മാത്സ് ആണെങ്കിലും BA ഇംഗ്ലീഷ് ആണെങ്കിലും BA ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MA സൈക്കോളജി MA അപ്ലൈഡ് സൈക്കോളജി ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് BA ഓണേഴ്സ് സൈക്കോളജി ഓർ അപ്ലൈഡ് സൈക്കോളജി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഓണേഴ്സ് സൈക്കോളജി കഴിഞ്ഞ ആളുകൾക്കും ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ BA പ്രോഗ്രാം വിത്ത് അറ്റ്ലീസ്റ്റ് 2 കോഴ്സസ് ഇൻ സൈക്കോളജി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ തന്നെ BA പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾ ഉണ്ടാവും, അവർക്കും അതിലുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. ഈ 3 കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പം CUTയിൽ അപ്ലൈ ചെയ്ത സമയത്ത് നോൺ സൈക്കോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു മിസ്സായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള വീണ്ടും അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാവുന്നതാണ്, അത് യൂണിവേഴ്സിറ്റി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേപ്പർ കോഡ് ഒക്കെ സെയിം തന്നെയാണ്. സൈക്കോളജിയുടെ പേപ്പർ കോഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, HUQP 20 ആണ് പേപ്പർ കോഡ് വരുന്നത്. HUQP 20 പേപ്പർ കോഡ് വരുന്ന ഏത് ഡിഗ്രി ഉള്ള ആളുകൾക്കും സൈക്കോളജി കോഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൈക്കോളജി തന്നെയാണ് പഠിക്കേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞാണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള തിയറീസും ഏരിയാസും ഒക്കെ തന്നെയാണ് ഉണ്ടാവുക. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 75 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 4 മാർക്ക്, നെഗറ്റീവ് മാർക്ക് -1 എന്നുള്ള സ്വഭാവത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. MA എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. MA എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദി സബ്ജക്ട് ഇൻ 10+2 ലെവൽ, ഒന്നെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ ജോഗ്രഫിയോ എക്കണോമിക്സോ പഠിച്ചിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിടെക്കോ അല്ലെങ്കിൽ BE ഡിഗ്രി ഉണ്ടാവണം, അല്ലെങ്കിൽ BSc ഓണേഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണം. 2 പേപ്പർ കോഡാണുള്ളത്, ഒന്ന് ഒന്നെങ്കിൽ SCQP 11 അല്ലെങ്കിൽ COQP 2. SCQP 11 COQP 02 എന്നുള്ളതാണ്. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഈ 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുമാണ്. അതുപോലെ തന്നെ MSc എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി 1 കാറ്റഗറി 2 വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ പറയുന്ന പോലെ റിസർവേഷൻ സംഗതികളൊക്കെ വരുന്നത്, സ്പെസിഫിക് എലിജിബിലിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതികളെ കുറിച്ചുകൂടി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൈക്കോളജി നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കും MA സൈക്കോളജി MA അപ്ലൈഡ് സൈക്കോളജി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലെയുള്ള CUTയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ കമന്റ്സും അഭിപ്രായങ്ങളും അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.